പൊന്മേരി ശിവക്ഷേത്ര ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഇല്ലം ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റ ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഫെബ്രുവരി 7 മുതൽ 14 വരെ വിവിധ പരിപാടികളോടെ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി തന്ത്രരത്നം ബ്രഹ്മശ്രീ ഏറാഞ്ചേരി ഇല്ലം ഹരിഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. വൈകുന്നേരവും കലവറ നിറയ്ക്കലും സംഗീതാരാധനയും നടന്നു. മറ്റ് ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങ് ദിവസമായ ഫെബ്രുവരി 13 വൈകുന്നേരം മോതിരം വെച്ചുതൊഴൽ, പറ വെച്ചുതൊഴൽ, വൈകുന്നേരം 6 മണിയോടുകൂടി നഗരപ്രദക്ഷിണം, രാത്രി 10:30 കരിമരുന്ന് പ്രയോഗവും 11 മണിയോടെ പള്ളിവേട്ടയും നടക്കും. 14-ാം തീയതി കൊടിയിറക്കവും ഉച്ചയ്ക്ക് ആറാട്ട് സദ്യയും ഉണ്ടാവും. ഉത്സവത്തിന്റെ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഭക്തർക്ക് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നൽകും. 10-ാം തീയതി ഞായറാഴ്ച പ്രദേശത്ത് പ്രായാധിക്യത്താൽ അവശതയിൽ ആയവരെ ക്ഷേത്ര ദർശനം നടത്തി ഉത്സവാഘോഷങ്ങളിൽ പങ്കാളികളാക്കാനുള്ള സൗകര്യം ക്ഷേത്ര കമ്മിറ്റി ചെയ്തു വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പൊന്മേരി ശിവക്ഷേത്രത്തിലെ ഉത്സവം ഇന്ന് രാത്രി 8 മണിക്ക് കൊടിയേറി. ഏറാഞ്ചേരി ഇല്ലം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നു മുതൽ 8 ദിവസം ആണ് ഉത്സവം ഉണ്ടാവുക. 7-ാമത്തെ ദിവസം നഗരപ്രദക്ഷിണ ഘോഷയാത്ര ഗജവീരന്റെ അകമ്പടിയോട് കൂടിയാണ്. 8-ാമത്തെ ദിവസം ഭഗവാന്റെ ആറാട്ടും, ആറാട്ടിന് ശേഷം ആറാട്ട് സദ്യയും, അതിനുശേഷം കൊടി, ഈ ഉത്സവത്തിൻ്റെ കൊടി ഇറക്കും. ഈ പ്രാവശ്യം കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ തന്നെ ഉത്സവം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുറത്ത് അതിവിശാലമായ സ്റ്റേജും ഭക്തജനങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം മറ്റു പരിപാടികൾ കൂടാതെ ഗാനമേളയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആഘോഷ പരിപാടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം ശരിക്കും നാടിൻ്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. മൊത്തം ഭക്തജനങ്ങളും നാട്ടിലെ ചെറുപ്പക്കാരും ഈ ഉത്സവം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും അന്നദാനം, കോവിഡിന് ശേഷം എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്ന ഉത്സവമായി ഈ വർഷം മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണവും വൈകുന്നേരം ലഘുഭക്ഷണവും പരിപാടികൾ, വൈവിധ്യമാർന്ന കലാപരിപാടികളും അതുപോലെ തന്നെ താന്ത്രിക ചടങ്ങുകളും ശരിയാവണ്ണം നടക്കുന്ന സമയമാണ്. വർഷങ്ങളിലെ ഉത്സവങ്ങളിൽ ഭിന്നമായിട്ട് ഏറ്റവും ഗംഭീരമായ രീതിയിലാണ് നമ്മുടെ ആഘോഷമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊഫഷണൽ പരിപാടികളും അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാർ, കലാകാരികൾ ഇതിലേക്ക് പ്രോത്സാഹനം നൽകുന്ന രൂപത്തിലേക്ക് നമ്മുടെ പരിപാടികൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 12-ാം തീയതി നടക്കുന്ന ഗാനമേള, മ്യൂസിക്കൽ നൈറ്റ്, നമ്മുടെ ജില്ലയിലെ തന്നെ മികച്ച ഒരു ട്രൂപ്പിന്റെ ഗാനമേളയാണ്. അതുപോലെ നമ്മുടെ ഘോഷയാത്ര, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ഘോഷയാത്ര, ആയിരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്രയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഈ വർഷത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഞായറാഴ്ച ഈ ക്ഷേത്രത്തിന് നമ്മുടെ സുരക്ഷാ പേനൻ പാലിയേറ്റീവുമായി സഹകരിച്ചുകൊണ്ട്, ആഘോഷ കമ്മിറ്റിയെ സഹകരിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ, അതായത് വീടുകളിൽ ഒതുങ്ങിപ്പോയിട്ടുള്ള കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾ, ക്ഷേത്രത്തിൽ മുൻകാലങ്ങളിൽ ക്ഷേത്രവുമായി സഹകരിച്ചു വന്നിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ഈ വർഷത്തെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്.